വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ 47-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജെറമിയയുടെ പുസ്തകത്തിന്റെ 1 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളുടെ അല്ലെങ്കിൽ 29 വരെയുള്ള അധ്യായങ്ങളുടെ സൂചനകളാണ് നമ്മൾ നൽകിയത്. അല്ലെങ്കിൽ അതെങ്ങനെ വായിക്കണമെന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുകളാണ് നൽകിയത്. ഇനി അടുത്ത് വരുന്ന ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ 6 വെർബുകൾ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ആ വാക്യങ്ങൾ ഇതാണ്: പിഴുതെറിയുക, ഇടിച്ചു തകർക്കുക, നശിപ്പിക്കുക, തകിടം മറിക്കുക, പണിതുയർത്തുക, നട്ടുവളർത്തുക. ഈ 6 വചനഭാഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ പ്രവാചകനായ ജെറമിയയുടെ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെറമിയ പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളെ, രാജാക്കന്മാരുടെ ജീവിതങ്ങളെയൊക്കെ പ്രധാനമായിട്ടും ഈ ജെറമിയയുടെ പുസ്തകത്തിന്റെ 34 മുതലുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അധ്യായങ്ങളുടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ആദ്യത്തെ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇനി അതുകൊണ്ട് ആ 2-ാമത്തെ ഭാഗത്തേക്ക് 34 മുതലുള്ള അധ്യായങ്ങളുടെ ഭാഗത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്താണ് 34-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത്? 34-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നത് പ്രധാനമായും സദക്കിയ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചാണ്. നമുക്കറിയാം സദക്കിയ എന്ന് പറയുന്ന രാജാവ് ആരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും ഒബദ്യ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്നും ഒക്കെ നമുക്കറിയാം. സദക്കിയയെ കുറിച്ചുള്ള വിമർശനങ്ങളാണ് പ്രധാനമായിട്ടും 34-35 അധ്യായങ്ങളുടെ കണ്ടന്റ് ആയിട്ട് നിൽക്കുക. കാരണം ജെറമിയയുടെ പുസ്തകത്തിന്റെ 22-ാമത്തെ അധ്യായത്തിൽ സദക്കിയായ്ക്ക് മുമ്പുള്ള രാജാക്കന്മാരെ കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഷല്ലൂം എന്ന് അല്ലെങ്കിൽ യഹോആഹാസ് എന്ന് പറയുന്ന രാജാവ് എങ്ങനെയാണ് തന്റെ മരണം വരിക്കുന്നതെന്ന് മനസ്സിലാക്കി. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, ജെറമിയ പറഞ്ഞു, യഹോയാക്കിം എന്ന് പറയുന്ന എലിയാക്കിം എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയുള്ള മരണത്തിൽ ഹിസ് ഡെത്ത് വിൽ ബി ലൈക്ക് ദ ഡെത്ത് ഓഫ് ആൻ ആസ്, ഒരു കഴുതയുടെ മരണം പോലെ ആയിരിക്കും യഹോയാക്കിമിന്റെ മരണം. യഹോയാക്കിനെ കുറിച്ച് പറഞ്ഞു, അവൻ ഈ ഭൂമി ഈ ദേശത്ത് വെച്ച് മരിക്കുകയില്ല, മറുദേശത്തായിരിക്കും അവന്റെ മരണം. അതായത് ബാബിലോണിൽ നിന്ന് നാടുകടത്തപ്പെട്ട അല്ലെങ്കിൽ പ്രിസണർ ഓഫ് വാർ ആയിട്ട് മാറിയ യഹോയാക്കിൻ പിന്നീട് അദ്ദേഹം പോകുന്നത് ബാബിലോണിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മരണം ഇങ്ങനെയുള്ള മരണമല്ല, ഇവിടെ അല്ലായിരിക്കും മരിക്കുന്നത്, പുറത്തുള്ള മരണമായിരിക്കും. എന്നാൽ സദക്കിയായുടെ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള സൂചനകൾ നമുക്ക് നൽകുന്ന ഭാഗമാണ് 34 മുതലുള്ള അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. സദക്കിയായുടെ മരണം, സദക്കിയാഹു, അതായത് പറയുന്ന 25-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഇനി ഉള്ളത് ഞങ്ങൾക്ക് സദക്കിയ എന്നല്ല, സദക്കിയ എന്ന് പറയുന്ന രാജാവല്ല ഉണ്ടാകുന്നത്, സദക്കിയാഹു ദൈവം തന്നെ ഞങ്ങൾക്ക് നീതിമാനായിട്ട് മാറുന്ന രംഗം. ഇതാണ് പ്രധാനമായിട്ടും ഈ സദക്കിയ എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. എന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തിന്റെ പാപത്തെക്കുറിച്ച്. അദ്ദേഹം ഒരു സന്ദേശം അയക്കുകയാണ്. സദക്കിയ എന്ന് പറയുന്ന രാജാവ് ഈ ജെറമിയായ്ക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. ഈ ജെറുസലേം ദേവാലയം, ജൂദാദേശം നഷ്ടപ്പെടുമോ? അദ്ദേഹം പറയുകയാണ്, നഷ്ടപ്പെടും, ഉറപ്പായിട്ടും നഷ്ടപ്പെടും. എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? നഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പ്രവാചകനോട് ചോദ്യം ചോദിക്കുകയാണ്. പ്രവാചകൻ പറയുന്നത് ഒരു മാർഗവുമില്ല.
ഇസ്രായേൽ ജനം, ജൂദാദേശം തീർച്ചയായും നഷ്ടപ്പെടും, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഇതൊരു ചസ്റ്റൈസ്മെന്റ് ആണ്, ഇതൊരു ശിക്ഷണമാണ്. ദൈവമായ കർത്താവ് ജൂദാദേശത്തെ ശിക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. ആ ശിക്ഷണത്തെ കർത്താവ് പറയുകയാണ്, ഈ ശിക്ഷണത്തിലൂടെ ജനം ദൈവത്തിന്റെ മഹത്വത്തെ ബാബിലോണിന്റെ പ്രവാസ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ സെദക്കിയായുടെ പാപത്തെ കുറിച്ച് പറയുന്ന രംഗമാണ് 34-35 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഒന്നാമത്തെ പാപം ഇതാണ്: അദ്ദേഹം അടിമ വ്യവസ്ഥകളെ അംഗീകരിക്കാതെ പോയിരുന്നു. ഇസ്രായേൽ ദേശത്തിന്റെ ഒരു നിയമമുണ്ട്, അടിമത്വത്തിന്റെ നിയമമുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 21 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ മിഷ്പത്തീം അല്ലെങ്കിൽ മിഷ്പത്തീം എന്ന് പറഞ്ഞ ഓർഡിനൻസസ് എന്നാണ് ആ ഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന പേര്. കാരണം കവനന്റ് കോഡ് എന്ന് പറയുന്നത് ഒരു ഓർഡിനൻസസിലൂടെയാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഓർഡിനൻസസിൽ പ്രത്യേകിച്ച് 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമങ്ങളിൽ ഒന്നാമത്തെ നിയമമാണ് അടിമത്തത്തിന്റെ നിയമം. നിനക്കൊരു അടിമയുണ്ടായിരിക്കെ അവൻ 6 വർഷം ജോലി ചെയ്തു, എന്നാൽ 7ാമത്തെ വർഷം അവനെ സ്വതന്ത്രനായിട്ട് വിടണം. എന്നാൽ അവനൊരു ഭാര്യയെ കൊണ്ടുവന്നുവെങ്കിൽ ആ ഭാര്യയെയും അവനോടൊപ്പം റിലീസ് ചെയ്യണം. ഈ വ്യക്തിയാണ് ഭാര്യയെ കൊടുത്തതെങ്കിൽ, മുതലാളിയാണ് ഭാര്യയെ കൊടുത്തതെങ്കിൽ ഭാര്യ മുതലാളിയോടൊപ്പം നിന്നിട്ട് മറ്റവനെ പറഞ്ഞു വിടണം. ഇങ്ങനെയുള്ള വ്യവസ്ഥകള്, അതായത് സാബത്ത് വർഷത്തിൽ റിലീസ് ചെയ്യണമെന്നുള്ള, അടിമകളെ റിലീസ് ചെയ്യണമെന്നുള്ള വ്യവസ്ഥകൾക്ക് വിഘാതം സൃഷ്ടിക്കുകയാണ് സെദക്കിയായുടെ കാലഘട്ടത്തിൽ. അടിമകളെ റിലീസ് ചെയ്ത് മോചിപ്പിച്ചതിന് ശേഷം വീണ്ടും ഈ അടിമകളെ കൊണ്ട് പണിയെഴുപ്പിക്കുകയും അടിമകളെ ഈ തന്റെ രാജ്യത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ള വലിയ തിന്മയാണ് സെദക്കിയ ചെയ്തത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പാപം എന്ന് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന യഹൂദ സെക്റ്റിനോട് ഇദ്ദേഹത്തിന്റെ പാപത്തെ ഉപമിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ഉപമിക്കുകയാണ്. റഹാബൈറ്റ് എന്ന് പറയുന്ന ഒരു യഹൂദ സെക്റ്റ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. റഹാബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകത അവർ നിയമങ്ങൾ കർശനമായിട്ട് നിശ്ചയിച്ചിരുന്നു. അതിനാൽ ഒരു നിയമത്തിന്റെ വള്ളിയോ പുള്ളിയോ വ്യത്യാസം കൂടാതെ അത് അത്രമാത്രം ശക്തമായിട്ട് പാലിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളാണ് റഹാബൈറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ. അവര് അങ്ങനെ നിൽക്കുമ്പോൾ യഹൂദനായിരിക്കുന്ന ഈ സെദക്കിയ എന്ന് പറയുന്ന രാജാവ് നിയമത്തെ മാനിക്കാതെ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് 35ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മരണമെന്ന് പറയുന്നത് അതിതീവ്രമായിട്ടുള്ള മരണമായിരിക്കുമെന്ന് പറയുന്നതിലൂടെയാണ് 34-35 അധ്യായങ്ങളിൽ പ്രത്യേകിച്ച് സെദക്കിയ രാജാവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും തുടർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടു. ജെറമിയായെ കാരാഗ്രഹത്തിലിടുന്നത് 36ാമത്തെ അധ്യായത്തിലെ കാണുന്ന യഹോയാക്കിമിന്റെ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ, കർത്താവിന്റെ ചുരുള് കത്തിക്കുന്നതും ആ അതിനുശേഷം ജെറമിയായ്ക്കുണ്ടാകുന്ന അധപ്പതനങ്ങളും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതും കിണറ്റിൽ ഇടുന്നതും അവിടെ നിന്ന് രക്ഷിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നത് ഇവിടെ ഈ ഒരു 37-38 അധ്യായങ്ങളിലൂടെയാണ്. 39 മുതലുള്ള അധ്യായങ്ങൾ ജെറുസലേമിന്റെ നാശത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. സെദക്കിയായുടെ ഭരണകാലഘട്ടത്തിന് ശേഷം ജെറുസലേം എന്ന് പറയുന്ന ദേശത്തിനുണ്ടാകുന്ന നാശത്തെ, നബൂഖദ്നേസർ രാജാവ് കടന്നു വരികയും ദേവാലയം പിടിച്ചടക്കുകയും ജെറുസലേം ആക്രമിക്കപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, പ്രത്യേകിച്ച് നോബിൾസ്, കോർട്ട് ഒഫീഷ്യൽസ് എല്ലാവരും തന്നെ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്യുന്ന വലിയൊരു പ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം കടന്നു വന്ന ഗദാലിയ എന്ന് പറയുന്ന ഭരണാധിപനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുമൊക്കെ രേഖപ്പെടുത്തുന്ന ഭാഗമാണ് 40, 41, 42 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിലൂടെ ജെറമിയ എന്ന് പറയുന്ന പ്രവാചകൻ
ഈ ഈജിപ്തിലേക്ക് നാടുകടത്തപ്പെടുന്നതും, അങ്ങനെ ഈജിപ്തിലേക്ക് 42-ാമത്തെ അധ്യായത്തിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ജെറമിയായെയും കൂട്ടരെയും കാണും. എന്നാൽ ഈജിപ്തിന്റെ എൻട്രൻസ് പോയിന്റിൽ നിന്നുകൊണ്ട്, ഈജിപ്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്നുകൊണ്ട് ജെറമിയ പ്രവാചകൻ അവിടെ ബാബിലോൺകാർ അവിടെ വരികയും ഈജിപ്തിനെ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ബാബിലോൺ ആകുന്ന ആ ദേശത്തേക്ക് ഇസ്രായേൽ ജനം ഓടി രക്ഷപ്പെടണമെന്ന് ഉള്ള സൂചനയാണ് പ്രധാനമായിട്ടും കിട്ടുക. എന്തിനാണ് ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ, ബാബിലോണിലേക്ക് തന്നെ ഓടി രക്ഷപ്പെടണമെന്ന് പ്രവാചകൻ നിർബന്ധിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, ബാബിലോൺ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മിത്രമാണ്. ഈജിപ്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശത്രുവാണ്. എങ്ങനെയാണ് ഈജിപ്ത് ദൈവത്തിന്റെ ശത്രുവായിട്ട് മാറുന്നത്? ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്കുള്ള അവരുടെ യാത്രയിൽ അവർ യാത്ര ചെയ്തപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ഈജിപ്ത് ദേശത്ത് പറയുകയാണ്, ദൈവമായ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പിന്നാലെ കടന്നു വരുന്ന ഈജിപ്ത്യൻ സൈന്യത്തെ നിങ്ങൾ ഇനി ഒരിക്കലും കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുന്ന രംഗമാണ് പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുക. വീണ്ടും ഈജിപ്ത് ദേശത്തേക്ക് പോകരുത് എന്ന് നിയമാവർത്തന പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 16-17 തിരുവചനങ്ങൾ പറയുന്നുണ്ട്. കാരണം ഒരു രാജാവ് ഒരിക്കലും ഈജിപ്ത് ദേശത്തേക്ക് തന്റെ ജനത്തെ കൊണ്ടുപോകാൻ പാടില്ല. ഈജിപ്ത് ദേശം എപ്പോഴും നാശത്തിന്റെ ദേശമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈജിപ്ത് ദേശത്ത് നിന്നുകൊണ്ട് ജൂദാ ദേശത്തേക്ക് നിന്ന് വന്ന ഈ ജെറമിയായും കൂട്ടരും ഈജിപ്ത് ദേശക്കാരോട് അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടണം. ബാബിലോണിൽ നാട് കടത്തി കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചാണ് 29-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുക. പല ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തെടുത്ത് പറയുകയാണ്. കാരണം ഈജിപ്ത് ദേശത്ത് 29-ാമത്തെ അധ്യായത്തിൽ ജെറമിയ പ്രവാചകൻ ഒരു കത്തെഴുതുന്നുണ്ട്. ആർക്കൊക്കെയാണ് കത്തെഴുതുന്നത്? 2 കൂട്ടർക്ക് കത്തെഴുതുന്നുണ്ട്. ഒരു കൂട്ടർ എന്ന് പറയുന്നത് ബാബിലോണിൽ വന്നവരാണ്. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ജൂദാദേശത്ത് നിന്നവരാണ്. ബാബിലോണിലേക്ക് വന്നവർക്ക് ഉള്ള കത്തിന്റെ അകത്ത് പറയുന്നത് ഇപ്രകാരമാണ്: ബിൽഡ് ഹൗസസ്, ഭവനം പണിയുക, അതുപോലെ തന്നെ നിങ്ങൾ അവിടെ കൃഷി ചെയ്യുക. മാത്രമല്ല ആ കൃഷിയിൽ നിന്ന് കടന്നു വരുന്ന ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കണം, നിങ്ങളവിടെ സന്തോഷിക്കണം, ആനന്ദിക്കണം, നിങ്ങളവിടെ വിവാഹം ചെയ്ത് ജീവിക്കണം. ഇങ്ങനെ പറയുന്നതിലൂടെ പുതിയൊരു ഉണർവ് കൊടുക്കുക ചെയ്യുന്നു ഇസ്രായേൽ ജനത്തിന്. ബാബിലോൺ പ്രവാസകാലത്ത് കിടക്കുന്ന ഇസ്രായേൽ ജനത്തിന് പുതിയൊരു ഉണർവ് കൊടുക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. എന്നാൽ അതേസമയം ജൂദാദേശത്ത് താമസിക്കുന്ന ഇസ്രായേൽക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്നാൽ നാശമാകും, നിങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ പറയുന്നതിലൂടെ ദൈവമായ കർത്താവ് കൊടുക്കുന്ന ശിക്ഷണത്തിലേക്ക് ഈ പ്രവാചകൻ ജനത്തെ കൊണ്ടുപോകുന്ന രംഗമാണ് നമ്മൾ ഈ അധ്യായങ്ങളിലൂടെ കാണുക. 43 മുതലുള്ള അധ്യായങ്ങളെ, 40 മുതൽ 51 വരെയുള്ള അധ്യായങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ രാജ്യങ്ങൾക്കെതിരെ പ്രവാചകൻ കൊടുക്കുന്ന ഓരോ ഓറക്കിൾസ് ആണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഈ ഓറക്കിൾസ് അഗൻസ്റ്റ് നേഷൻസിന്റെ പ്രത്യേകത എന്താണ് എന്ന്. ഓരോ രാജ്യങ്ങൾക്കുമെതിരെ പ്രവാചകൻ കൊടുക്കുന്ന ഓറക്കിൾസ്, ഇസ്രായേൽ നിങ്ങൾക്കൊക്കെ നാശം എന്ന് കൊടുക്കുന്നതിലൂടെ ഇവരെല്ലാവരും ഇതുപോലെ കർത്താവിന്റെ ശിക്ഷണത്തിന്റെ കീഴിലാണ് കഴിയുന്നതെന്നും ആ ശിക്ഷണത്തിലൂടെ ദൈവമായ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി ഏക ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ പ്രവാചകനായ ജെറമിയ ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം തന്നെ പ്രവാചകനായ ജെറമിയയുടെ പുസ്തകത്തിന്റെ കണ്ടന്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്ന സംഗതികള് 6 പ്രധാനപ്പെട്ട വാക്കുകളെ നമ്മുടെ മുമ്പിൽ എടുക്കുകയാണ്. പിഴുതെറിയുക, നശിപ്പിക്കുക, തകിടം മറിക്കുക, നഷ്ടപ്പെടുത്തി കളയുക എന്നിങ്ങനെയുള്ള 4
ഡിസ്ട്രക്ഷന്റെ വാക്കുകളെയും പണിതുയർത്തുക, നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്ന കൺസ്ട്രക്ഷന്റെ വാക്കുകളെയുമാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രതിപാദിച്ചത്. എന്നാൽ കൺസ്ട്രക്ഷന്റെ വാക്കുകളെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് ഒരു പ്രത്യാശ നൽകുന്ന ഒരു പ്രവാചകനെയാണ്. പ്രത്യേകിച്ച് 29 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലും, അതുപോലെ തന്നെ 30, 31, 32, 33 അധ്യായങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഈ ഒരു പ്രവാചകൻ യൂദാദേശത്തിന് കൊടുക്കുന്ന പ്രത്യാശയെക്കുറിച്ചാണ്. എന്തിനാണ് യൂദാദേശത്തിന് ഇദ്ദേഹം പ്രത്യാശ കൊടുക്കുന്നത്? അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പ്രത്യാശയുടെ പ്രവാചകൻ എന്ന തലക്കെട്ടില് അവതരിപ്പിച്ചിരിക്കുന്നത്. യൂദാദേശത്തിന് കൊടുക്കുന്ന പ്രത്യാശയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും 30 മുതലുള്ള അധ്യായങ്ങള് പ്രതിപാദിച്ചിരിക്കുക. ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതാണ്. എന്താണ് ഇതിൻ്റെ അകത്തെ പ്രത്യേകത? ഈ പുസ്തകത്തിലെ ഈ അധ്യായങ്ങളിൽ കാണുന്നത് ദൈവത്തിന്റെ അപരിമേയമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പോകുന്ന യഹൂദജനം അവിടെ തങ്ങളുടെ വീടുകൾ പണിയാനും തങ്ങളുടെ കൃഷി നടത്താനും അതുപോലെ തന്നെ കല്യാണം കഴിക്കാനും ഒക്കെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അവരെ പ്രചോദിപ്പിക്കുകയാണ്. കാരണം ബാബിലോൺ എന്ന് പറയുന്ന പ്രദേശം ദൈവം അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന പ്രദേശമാണ്. ഇവിടേക്ക് പോകുന്നവന് മാത്രമേ, സഹനത്തിലൂടെ കടന്നു വരുന്നവന് മാത്രമേ അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ. ഇതേ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് 32 അധ്യായത്തിൽ പ്രവാചകനായ ജെറമിയ ഒരു പ്രൊഫറ്റിക് സിംബോളിക് ആക്ട് നടത്തുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. 32 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അദ്ദേഹം യൂദാദേശത്ത് ഒരു നിലം വാങ്ങുകയാണ്. അതായത് നമുക്കറിയാം, ഇത് വായിക്കുമ്പോൾ ആപ്പാടെ ഒരു കൺഫ്യൂഷനാണ്. കാരണം ഇതാണ്, യൂദാദേശക്കാർ നഷ്ടപ്പെട്ടു പോകും, ഇനി യൂദാദേശത്ത് നിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ യൂദാദേശത്ത് അദ്ദേഹം ഒരു നിലം വാങ്ങുകയാണ്. അദ്ദേഹം അനത്തോത്ത് എന്ന് പറയുന്ന ദേശത്ത് ഒരു നിലം വാങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ നിന്ന് ബാബിലോൺ പ്രവാസകാലത്ത് നിന്ന് തിരികെ വാഗ്ദാന ദേശത്തേക്ക് കടന്നു വരാൻ പോകുന്ന ഇസ്രായേൽ ജനതയ്ക്ക് അവിടെ വന്നു കഴിയുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നിലം പണിയുന്നത്. ഇതൊക്കെ പ്രൊഫറ്റിക് സിംബോളിക് ആക്ടിലൂടെയാണ് അവതരിപ്പിക്കുക. ജെറമിയ പ്രവാചകനെ പോസ്റ്റ് എക്സീലി പ്രോഫറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെ, ഈ അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെ, പ്രത്യേകിച്ച് പ്രൊഫറ്റിക് പോസ്റ്റ് എക്സീലി പ്രോഫറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. കാരണം പ്രവാചകൻ പറയുകയാണ്, സഹനത്തിലൂടെ ഈ ബാബിലോണിലേക്ക് ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം കടന്നു വരികയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്. അവർ തീർച്ചയായും രക്ഷിക്കപ്പെടും. ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് റെമനന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കടന്നു വന്നിരിക്കുക, അല്ലെങ്കിൽ അവശിഷ്ട ഭാഗം എന്ന് പറയുന്ന കൺസെപ്റ്റ്. യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഈ അവശിഷ്ട ഭാഗം തന്നെയാണ് ജെറമിയായുടെ പുസ്തകത്തിൽ ഈ ഒരു രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അവശിഷ്ട ഭാഗം ഒന്നുമില്ല എങ്കിൽ, അങ്ങനെയുള്ള വാക്കുകളൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പ്രത്യാശയുടെ വചനഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഈ അധ്യായങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു 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 അനുഭവം ഉള്ളതെന്ന് പറയുന്നത്. ഈ പുസ്തകത്തിന് പ്രത്യാശയുടെ ബുക്ക് ഓഫ് കംഫർട്ട് എന്നാണ് വിശേഷിപ്പിക്കുക, പ്രത്യാശയുടെ പുസ്തകം എന്നാണ് വിശേഷിപ്പിക്കുക. പല വാക്കുകളും ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് യാഹ്വേ, ദൈവത്തെ കുറിച്ചുള്ള ഒരു ചിന്ത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദൈവം ആരാണ്? ഇത്രയും പുസ്തകങ്ങളിൽ കണ്ടു, ദൈവം പറയുകയാണ് ഇസ്രായേൽ നഷ്ടപ്പെടും, യൂദാദേശം നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും ഇവിടെ ദൈവം ആരാണ് എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ദൈവമാണ് എല്ലാറ്റിനെയും തിരികെ കൊണ്ടുവരുന്ന വ്യക്തി. He brings together all the people from the land of captivity to the land of their ancestors. പിതാക്കന്മാരുടെ സ്ഥലങ്ങളിലേക്ക്
ദൈവം ഇവരെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. ഈ ഒരു പ്രത്യേകതയാണ് ദൈവം എന്നുള്ള വ്യക്തിയെക്കുറിച്ചുള്ള വിചിന്തനങ്ങളിലൂടെ പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം തൻ്റെ രാജ്യത്വം ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നത് ഇങ്ങനെ പ്രവാസകാലത്ത് കിടക്കുന്ന, വേദനയിൽ കിടക്കുന്ന ജനതകൾക്ക് വിമോചനം നൽകുന്നതിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ രാജ്യത്വം ഇവിടെ സ്ഥാപിക്കുകയാണ്. അതാണ് 30 അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. മൂന്നാമതായിട്ട് പറയുകയാണ്, ദൈവം ഒരു രക്ഷകനായിട്ട് മാറുന്നു. നാലാമതായിട്ട് പറയുകയാണ്, ദൈവം ഒരു ആശ്വാസദായകനായിട്ട്, ഹീലറായിട്ട് മാറുന്നു. ദൈവം ആരാണ്? ജസ്റ്റ് ആൻഡ് റൈച്ചസ് ഗോഡ്, നീതിമാനും അതുപോലെ തന്നെ നിർമ്മലനുമായ ദൈവമാണ് അവിടുന്ന്. അതിനുശേഷം പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹം എന്നും എപ്പോഴും നിലനിൽക്കുന്ന സ്നേഹമാണ് എന്ന് പറയുന്നതിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ നൽകുകയാണ് ഈ 30-ാമത്തെ 31-ാമത്തെയും അധ്യായങ്ങളിലൂടെ പ്രതിപാദിച്ചിരിക്കുക. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ ഈ മധ്യഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ഇതാണ്, ദൈവത്തെക്കുറിച്ചുള്ള പ്രമേയം. അതുകൊണ്ടാണ് ഇതിനെ ബുക്ക് ഓഫ് കംഫർട്ട് എന്ന് വിശേഷിപ്പിക്കുക. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് മനുഷ്യനെ കുറിച്ചുള്ള പ്രത്യേകതകളാണ്. ഡോക്ട്രിൻ ഓഫ് ഹ്യൂമൻ. എന്താണ് മനുഷ്യനെ കുറിച്ചുള്ള പ്രത്യേകത? അവൻ വേദന സഹിക്കുന്നവനാണ്. അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവന്റെ വേദന സഹനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചസ്റ്റൈസ്മെന്റ്, ഇതൊരു ശിക്ഷണമാണ്. ദൈവം കൊടുക്കുന്ന ശിക്ഷയല്ല, മറിച്ച ശിക്ഷണമാണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ. വിക്കറ്റ് പീപ്പിൾ ആർ പണിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിബല്യസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ, മനസ്സിന്റെ കാഠിന്യം കൊണ്ട് നിൽക്കുന്ന ആളുകൾ, എന്ത് വന്നാലും എത്ര ദൈവം എത്ര കരുണ കാണിച്ചാലും ആ കരുണയോട് ബന്ധം പുലർത്താത്ത ജനങ്ങള് നശിപ്പിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും. എന്നാൽ ദൈവകരുണയോട് തുറവിയുള്ള ഒരു ജനത്തിന് അത് രക്ഷയായിട്ട് കടന്നു വരും എന്ന് അവതരിപ്പിക്കുകയാണ് ഈ തിരുവചന ഭാഗത്തില്. വീണ്ടും തിരുവചനത്തിന്റെ മറ്റൊരു സന്ദേശമാണ്, വാഗ്ദാന ദേശത്തേക്ക് ഈ ജനം മടങ്ങി വരികയാണ്. ഇവരെ അവിടെ നിൽക്കുകയല്ല. ഈ 70 വർഷത്തെ യാതനകൾക്ക് ശേഷം, പ്രവാചകന്റെ ഭാഷയിൽ 25-ാമത്തെ അധ്യായത്തിൽ പറയുന്ന 70 വർഷത്തെ യാതനകൾക്ക് ശേഷം ഇസ്രായേൽ ജനം മടങ്ങി വാഗ്ദാന ദേശത്തേക്ക് തിരികെ വരികയാണ് ചെയ്യുന്നത്. ആ വരവ്, റിട്ടേൺ ജേണി എന്ന് പറയുന്നത് അതാണ്. എക്സൈൽ എന്ന് പറയുന്നത് പ്രവാസകാലമാണെങ്കിൽ ആ പ്രവാസകാലത്തിന് എതിരായിട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് റിസ്റ്റോറേഷന് വേണ്ടിയിട്ട് കടന്നു വരുന്ന ഒരു ജീവിത ശൈലി. രണ്ടാമതായിട്ട് കടന്നു വരുന്നത് ദേവാലയവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള സാക്രിഫൈസുകളും അല്ലെങ്കിൽ ബലിയർപ്പണങ്ങളും, ദേവാലയവും അതിനോടനുബന്ധിച്ചുള്ള ബലിയർപ്പണങ്ങളും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതാണല്ലോ നമ്മുടെ 7-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ അധ്യായത്തിലും പ്രവാചകൻ നടത്തുന്ന വലിയ പ്രഭാഷണത്തിലൂടെ, ടെമ്പിൾ സർമണിലൂടെ കേട്ടത്. ദേവാലയം നഷ്ടപ്പെടും, നശിപ്പിക്കപ്പെടും, ഇനി ഇവിടെ ഒരു വിധത്തിലുള്ള ബലിയർപ്പണങ്ങളും ഉണ്ടാവുകയില്ല. അതെല്ലാം ഈ ഇസ്രായേലിന്റെ തിരിച്ചുവരവിൽ അതൊരു പുതിയൊരു ഫോം ഓഫ് വർഷിപ്പായിട്ട് മാറും, ഒരു പുതിയ വർഷിപ്പിലേക്ക് വരും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ജുഡൈസം ഫോം ചെയ്യപ്പെടുകയാണ്. അതാണ് പോസ്റ്റ് എക്സീലി പീരീഡ് നടക്കുന്ന ഒരു പ്രത്യേകത. യഹൂദ മതം അതിന്റെ പൂർണ്ണതയിൽ വെളിവായിട്ട് നിൽക്കുന്ന അനുഭവമാണ് ചെയ്യുന്നത്. 3, ദൈവം ഇസ്രായേൽ ജനതയെ തെരഞ്ഞെടുത്തു. ദൈവം ഇസ്രായേൽ ജനതയെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് നാശത്തിലേക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല, അതൊരു ഗ്യാരണ്ടീഡ് തെരഞ്ഞെടുപ്പാണെന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ മടങ്ങിവരവിലൂടെ ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തെങ്കിൽ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ആ തെരഞ്ഞെടുപ്പിനെ അതിശക്തമായ രീതിയിൽ ഒരു ഗ്യാരണ്ടി നൽകി അതിനെ വിശുദ്ധീകരിക്കും, അനുഗ്രഹിക്കുമെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ഇനി അവിടെ അടുത്ത് പറയുകയാണ്,
ദാവീദിന്റെ വംശവും ദാവീദിന്റെ ഗോത്രവും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ബാബിലോൺ അടിമത്തത്തിലേക്ക് പോരുന്നത് വരെ ദാവീദിന്റെ ഗോത്രത്തിന്റെ ഒരു ഒരു കണ്ടിന്യൂറ്റി നമ്മൾ കണ്ടു. എന്നാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ദാവീദിന്റെ ഗോത്രവും ദാവീദിന്റെ വംശവും ഒക്കെ രാജ്യത്വമൊക്കെ സെദക്കിയ എന്ന് പറയുന്ന രാജാവിൽ അത് അവസാനിക്കുന്നെങ്കിൽ ആ ഒരു രാജ്യത്വം വേറൊരു ഫോമിലൂടെ കടന്നു വരികയാണ് ചെയ്യുന്നത്. ആ ഫോമാണ് മെസ്സിയ എന്ന് പറയുന്ന ഫോം. മിശിഹ എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിലൂടെ ഒരു പുതിയ ഫോമിലേക്ക് ദാവീദിന്റെ വംശവും ദാവീദിന്റെ ഗോത്രവും കടന്നു വരികയാണ്. ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നാണ് മിശിഹ എന്ന് പറയുന്ന വ്യക്തി കടന്നു വരുന്നത്. ആ വ്യക്തിയുടെ ആവിർഭാവം ഈ വാഗ്ദാന ദേശത്ത് നിന്ന് തിരികെ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് തിരികെ വാഗ്ദാന ദേശത്തേക്ക് കടന്നു വരുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ദൈവിക അനുഭവമാണെന്ന് സൂചിപ്പിക്കുന്നു. അടുത്തതായിട്ട് പറയുന്നതാണ്, ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയപ്പോൾ ഈ പ്രദേശമെല്ലാം, ഇസ്രായേലിന്റെ പ്രദേശമെല്ലാം തന്നെ, ജൂദാദേശത്തിന്റെ ദേശമെല്ലാം തന്നെ നാമാവശേഷമായി. അവിടെ ആരുമില്ല. അവിടെയുള്ള എല്ലാവരും തന്നെ ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് വന്നു. അവിടെ കൃഷിക്കാർ മാത്രമേ ഉള്ളൂ. ഈ പ്രദേശത്തെ വീണ്ടും റീപോപ്പുലേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. കാരണം വാഗ്ദാന ദേശത്ത് നിന്ന് തിരികെ വരുന്ന ഇസ്രായേൽ ജനം ഈ പ്രദേശത്തേക്ക് പ്രവേശിച്ച് ഒന്നിച്ചു നിന്ന് ഒരു ദേവാലയത്തിന്റെ പുനഃസ്ഥാപനം നടത്തപ്പെടാൻ പോവുകയാണ്. ജെറുസലേം ദേവാലയം പുനഃസ്ഥാപിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത്തെ എല്ലാവരും വാഗ്ദാന ദേശത്തേക്ക് എല്ലാ വ്യക്തികളും കടന്നു വരുന്നു എന്നുള്ള ഒരു വലിയ സൂചനയാണ് ഈ പുസ്തകം നമുക്ക് നൽകുക. അതുകൊണ്ട് പ്രവാചകനായ ജെറമിയായെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ ഒരിക്കലും ഈ നാശത്തിന്റെ പ്രവചനം നടത്തുന്ന വ്യക്തി മാത്രമല്ല, മറിച്ച് പ്രത്യാശയുടെ പ്രവചനം നടത്തുന്ന വ്യക്തി കൂടിയാണ് എന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ വചനഭാഗത്തിന്റെ സെന്റർ പോർഷനായ 29-ാമത്തെ അധ്യായം 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളും അതുപോലെ വാക്യങ്ങളും 30, 31, 32, 33 അധ്യായങ്ങളും വായിക്കുമ്പോഴാണ് ഈ പ്രവാചകനായ ജെറമിയായുടെ ഒരു 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 പോസ്റ്റ് എക്സീലിക് അല്ലെങ്കിൽ പ്രവാസാനന്തര കാലത്തിലുള്ള മാനത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ചുള്ള ഏകദേശമുള്ള 1-2 ഒരു രൂപമാണ്, അതിന്റെ സ്ട്രക്ചറാണ് തരുന്നത്. ഇവിടെ കാണുന്ന ഒരു ദൈവശാസ്ത്രം മനസ്സിലാക്കുന്നത് നല്ലതാണ്. 2 ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ദൈവശാസ്ത്രത്തിന്റെ 2 ഭാഗങ്ങൾ. ഒന്ന്, ജൂദാദേശം എന്ത് വന്നാലും ജെറുസലേമിൽ നിന്ന് അകന്നു പോകും. ജൂദാദേശം ജെറുസലേമിൽ നിന്ന് അകന്നുപോയി ബാബിലോണിലേക്ക് പോകും. എന്നാൽ അത് ഈജിപ്തിനെ അഭയം പ്രാപിക്കുകയില്ല. ഇത് 1-ാമത്തെ സന്ദേശമാണ്. കാരണം അത് ആ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ പല രീതിയിൽ പല പ്രകാരങ്ങളിൽ തൻ്റെ പ്രവചനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 13-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊഫറ്റിക് സിംബോളിക് ആക്ട് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ അകത്ത് പറയുന്ന ഇപ്രകാരമാണ്. പ്രവാചകനോട് പറയുകയാണ്, നീ ചെന്ന് ഒരു നിന്റെ ശരീരത്തിലെ നിന്റെ വയറിന്റെ ഭാഗത്തേക്ക് ഒരു ലിനൻ ക്ലോത്ത് ശക്തമായിട്ട് കെട്ടിയിടുക. അത് വളരെ ശക്തമായിട്ട് തന്നെ കെട്ടിയിടണം. എന്നിട്ട് നീ നടക്കണം. എങ്ങോട്ടേക്ക് നടക്കണം? യൂഫ്രട്ടീസ് നദി വരെ നടക്കണം. അവിടെ ഒരു ഗുഹ കാണും. ആ ഗുഹയുടെ അടുത്ത് ചെല്ലുമ്പോൾ നീ കെട്ടിവെച്ചിരിക്കുന്ന ഈ ലിനൻ ക്ലോത്ത് നേരെ എടുത്ത് അങ്ങോട്ടേക്ക് വെക്കണം. കുറച്ച് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് തിരികെ വരണം. അപ്പോൾ അത് സെക്കായിട്ടിരിക്കും. അത് മരച്ചിരിക്കുന്നതായിട്ട് നിനക്ക് അനുഭവപ്പെടും. എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവം അത്രമാത്രം ഇസ്രായേലിനെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹത്തെ സൂചിപ്പിക്കാനാണ് ഈ ലിനൻ ക്ലോത്ത് എടുത്ത് നിന്റെ വയറിനോട് ചേർത്ത് വയ്ക്കണമെന്ന് പറയുന്നത്. കർത്താവിന്റെ സ്നേഹത്തെ എന്നിട്ട് പറയുകയാണ്, പാപം ചെയ്തപ്പോൾ നീ ആ സ്നേഹത്തെ എടുത്ത് ദൂരോട്ട് കളഞ്ഞു. അതാണ് ഈ ലിനൻ ക്ലോത്ത് എടുത്ത് ദൂരേക്ക് കളയുക. എങ്ങോട്ടേക്കാണ്? യൂഫ്രട്ടീസ് നദി, ബാബിലോൺ എന്ന് പറയുന്ന പ്രദേശത്താണ് യൂഫ്രട്ടീസ് നദി കിടക്കുന്നത്.
ബാബിലോൺ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയി അതിനെ എടുത്ത് നീ കളഞ്ഞു. അത് ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു അനുഭവം. ദൈവത്തിന്റെ സ്നേഹമില്ലാതെ നീ ജീവിക്കുമ്പോൾ അതൊരു പ്രവാസ കാലഘട്ടമായിട്ട് മാറുന്നു. അത് വരണ്ടുണങ്ങിയ ജീവിതാനുഭവമായിട്ട് മാറുന്നു. ഇതാണ് ആ ഒരു സിംബോളിക് ആക്ടിലൂടെ സൂചിപ്പിക്കുക. 16-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രവാചകനോട് പറയുകയാണ്. നീ ഇനി ഒരിക്കലും കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ നീ ആ കുഞ്ഞുങ്ങളെയും പ്രവാസികളായിട്ട് കൊണ്ടുപോകപ്പെടും. നീ ഒരിക്കലും സന്തോഷിക്കരുത്, സന്തോഷിക്കുന്നവരുടെ കൂടെ പോകരുത്, കല്യാണ വീട്ടിൽ പോകരുത്. കാരണം നീ സന്തോഷിച്ചാൽ ആ സന്തോഷം ദുഃഖമായിട്ട് മാറും. നീ ആരും ദുഃഖിക്കുന്നവരോടൊപ്പം ഇരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ദുഃഖിക്കുന്നവരോടൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ ദുഃഖം അങ്ങനെ തന്നെ കിടക്കും. ആ ദുഃഖത്തിന് ഒരിക്കലും പരിഹാരം ഉണ്ടാവുകയില്ല. കാരണം ദൈവമായ കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല. ഈ ഒരു കാര്യമാണ് അവതരിപ്പിക്കുന്നത്. യൂദാദേശം തീർച്ചയായും വാഗ്ദാന ദേശത്ത് നിന്ന് പുറന്തള്ളപ്പെടും. ഇത് ശിക്ഷണമാണ്, ഇത് ശിക്ഷയല്ല എന്ന് സൂചിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. വീണ്ടും 18-ാമത്തെ അധ്യായത്തിൽ ഒരു എർത്തേൺ ജാറിനെ കുറിച്ച് പറയുന്നുണ്ട്. മൺപാത്രത്തിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ജാർ. ഒരു കുശവൻ മണ്ണുകൊണ്ടൊരു ജാർ ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജാർ എടുത്ത് ദൂരോട്ട് കളഞ്ഞു. വീണ്ടും അതേ മണ്ണുകൊണ്ട് കുഴച്ച് വീണ്ടും ഒരു ജാർ ഉണ്ടാക്കി. ഇതുപോലെ ദൈവമായ കർത്താവ് നിന്നെ സൃഷ്ടിച്ച ദൈവമായ കർത്താവ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മോശമാണെന്ന് കണ്ടപ്പോൾ അതിനെ കളഞ്ഞ്, അതാണ് സഹനമെന്ന് പറയുന്നത്. ആ സഹനത്തിലൂടെ നിന്നെ കൊണ്ടുപോയി വീണ്ടും പുതിയൊരു ഫോമിലേക്ക്, മനോഹാരിത നിറഞ്ഞ ഫോമിലേക്ക് ദൈവം നിന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഇതാണ് പ്രവാചകൻ നൽകുന്ന സഹനത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചുള്ള പ്രവാചകന്റെ കൺസെപ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന തിരുവചന ഭാഗം. അതുകൊണ്ട് ഈ വചനഭാഗത്തിന്റെ ആഴങ്ങളാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ പല രീതിയിൽ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 24-ാമത്തെ അധ്യായം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഒരു പ്രധാനപ്പെട്ട സന്ദേശം നൽകുകയാണ് പ്രവാചകനായ ജെറമ്യാ ചെയ്യുന്നത്. 23-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? എന്റെ മേച്ചിസ്ഥലത്തിലെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുളിച്ചെയ്യുന്നു. നിങ്ങൾ എന്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങൾ അവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച് എല്ലാ ദേശങ്ങളിൽ നിന്നും എന്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകുകയും ചെയ്യും. ഇതാ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു. അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യുന്നു. എന്താണ് പറയുന്നത്? ഈ ബുദ്ധിമുട്ടേറിയ ജീവിത സാഹചര്യങ്ങളിലും ദൈവമായ കർത്താവ് പ്രവാചകനിലൂടെ ഒരു പ്രത്യാശ കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ആലയിലേക്ക് ഈ ആടുകളെ കൊണ്ടുവരും. ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ചുള്ള പ്രബോധനം എല്ലാ പുസ്തകത്തിലുമുണ്ട്. പ്രത്യേകിച്ച് എസെക്കിയേലിന്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ പറയുകയാണ്, ഇവയൊക്കെ നശിപ്പിക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം. ഞാൻ ആ സ്ഥലത്ത് ഇസ്രായേലിന്റെ ദൈവമായിട്ട് മാറും. ജൂദാ ദേശത്തേക്ക് ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. നീതിയുടെ ശാഖ മുളപ്പിക്കുന്നത് സേമാഹ് എന്നാണ് വാക്കുപയോഗിച്ചിരിക്കുന്നത് ഹെബ്രായ ഭാഷയിൽ. അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും. ഈ വേദനകൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ അപ്പുറം ദൈവമായ കർത്താവ് രാജാവായി, ജൂദാ ദേശത്തിന്റെ രാജാവായി വരുന്ന കാലഘട്ടം വരുന്നു. അവന്റെ നാളുകളിൽ യൂദാ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. സദക്കിയ എന്ന വാക്ക് അവിടം കൊണ്ട് അവസാനിക്കുക. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ സദക്കിയ എന്ന് പറയുന്ന വാക്ക് അവിടെ കൊണ്ട് അവസാനിച്ചിട്ട് പറയുകയാണ്, ഇനിമേൽ യാഹ്വേ ബിക്കംസ് സദക്കാനു, അവർ ജസ്റ്റിസ്.
അവർ റൈച്ചസ്നെസ്, ഞങ്ങളുടെ നീതിയായി ദൈവമായ കർത്താവ് വരും. ഇത്രയും നാളും നീതി എന്ന് പറയുന്ന, ദൈവമാണ് നീതി എന്ന് പറയുന്ന സദക്കിയ പേര് വെച്ചത് മാത്രമേ ഉള്ളൂ. ഇനി മുതൽ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവനായ മിശിഹായുടെ കടന്നുവരവോടുകൂടി ദൈവമായ കർത്താവ് നീതിമാനായിട്ട് മാറും എന്ന് ഉള്ള സൂചന മിശിഹായെ കുറിച്ചുള്ള അരുളപ്പാട് നൽകുന്ന ഭാഗമാണ്. ഇതും ജെറമ്യായുടെ പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളുടെ ജെറമ്യായുടെ പുസ്തകത്തിന്റെ കണ്ടന്റ് ആയിട്ട് നിൽക്കുക. ഓരോ ഭാഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതൊക്കെ വിവരിക്കാനുള്ള സമയം കുറവ് മൂലമാണ് നമുക്ക്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ, ഈ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ മനസ്സിലാക്കിക്കൊണ്ട് ജെറമ്യായുടെ പുസ്തകത്തെ നമുക്കൊന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.